पुंज का ये भंडार, हम आत्माएं यही पे रहते, यही हमारा है संसार।
जगा लो होगा दूर अंधेरा ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ശ്രീ ബാബ യാദിയെ ഡേറ്റ് 23/3/2021. സാരാംശം, മുരളിയുടെ സാരാംശമാണ്: മീട്ടെ ബच्चे സच्चे साल्वेशन आर्मी बन सबको इस पाप की दुनिया से पुण्य की दुनिया में ले चलना है. മധുരമായ കുട്ടികളെ, സത്യരക്ഷാ സൈന്യങ്ങളായി സർവരെയും ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും പുണ്യത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകണം. സബ്കെ ഡൂബേ ഹുയെ ബേഡേക്കോ പാർ ലഗാനാ ഹെ. എല്ലാവരെയും മുങ്ങിയിരിക്കുന്ന വഞ്ചിയെ മറുകരയിലേക്ക് എത്തിക്കണം. പ്രശ്ന ബാബ പ്രശ്നം ചോദിക്കുന്നു: कौन सा निश्चय हर बच्चे की बुद्धि में नंबरवार बैठता है? ഏതൊരു നിശ്ചയം ഓരോ കുട്ടിയുടെയും ബുദ്ധിയിൽ നമ്പർ വാറായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്? പക്ഷെ എല്ലാവർക്കും ഒരുപോലെയല്ല, നമ്പർ വാറായിട്ടാണ് ഉണ്ടാകുന്നത്. അത് ഏതൊരു നിശ്ചയമാണെന്ന് ചോദ്യം ബാബ പ്രശ്നം ചോദിക്കുകയാണ്. ബാബ ഉത്തരം പറയാണ്: പതിത് പാവൻ ഹമാരാ മോസ്റ്റ് ബിലവഡ് ബാബ ഹമേ സ്വർഗ കാ വർഷ ദേ രഹാ ഹെ. യഹ നിശ്ചയ ഹർ ഏക കി ബുദ്ധി മേ നമ്പർവാർ ബൈഠ്താ ഹെ. പതിത പാവനായ ബാബ നമ്മുടെ എത്രയും പ്രിയപ്പെട്ട ബാബയാണ്. അവർ നമ്മൾക്ക് സ്വർഗത്തിൻ്റെ സ്വത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിശ്ചയം ഓരോരുത്തരുടെയും ബുദ്ധിയിൽ നമ്പർ വാറായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. अगर पूरा निश्चय किसी को हो भी जाए तो माया सामने खड़ी है. ഇനി ഒരു പക്ഷേ പൂർണ്ണ നിശ്ചയ മാർഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും കൂടി മായ അവരുടെ മുന്നിൽ വന്ന് നിൽക്കും. ബാപ്കോ ഭൂൽ ജാത്തേ ഹെ ഫെയിൽ ഹോ പടുത്തേ ഹെ. ബാബയെ മറന്നു പോകുന്നു, അവർ പരാജയപ്പെട്ടു പോകുന്നു. जिन्हें निश्चय बढ़ जाता है वह पावन बनने के पुरुषार्थ में लग जाते हैं. ആർക്കാണോ നിശ്ചയമുണ്ടായിരിക്കുന്നത് അവർ പാവനരാകാനുള്ള പുരുഷാർത്ഥത്തിൽ മുഴുകിയിരിക്കും. ബുദ്ധി മേ രഹതാ ഹെ അബ് തോ ഘർ ജാനാ ഹെ. അവരുടെ ബുദ്ധിയിൽ ഈ ഓർമ്മ ഉണ്ടായിരിക്കും, ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങണം. നമ്മുടെ മടക്ക യാത്രയാണ്. ഓം ശാന്തി. മീട്ടെ മീട്ടെ സിഖിലതേ ബച്ചോം പ്രതി ഗുഡ് മോർണിംഗ്. മധുരമധുരമായ പ്രിയപ്പെട്ട മക്കൾക്കു വേണ്ടി ഗുഡ് മോർണിംഗ്. बच्चे तो जानते हैं कि सत्युग में सदैव गुड मॉर्निंग, गुड डे, गुड एवरीथिंग, गुड नाइट, सब गुड ही गुड है. കുട്ടികൾക്ക് ഇതും അറിയാം, സത്യുഗത്തിൽ എല്ലായ്പ്പോഴും ഗുഡ് മോർണിംഗ് ആണ്,
ഗുഡ് ഡേ, നല്ല ദിവസമാണ്. ഗുഡ് എവരിത്തിങ്, എല്ലാം വളരെ നല്ലതായിരിക്കും. ഗുഡ് നൈറ്റ്, സബ്, എല്ലാം നല്ലത് തന്നെയായിരിക്കും. അവിടെ മോശമായതൊന്നും ഉണ്ടായിരിക്കില്ല. യഹാം തോ നാ ഗുഡ് മോർണിംഗ് ഹേ നാ ഗുഡ് നൈറ്റ് ഹേ. ഇവിടെ ഗുഡ് മോർണിംഗ്, നല്ല സുപ്രഭാതവും അല്ല, നല്ല രാത്രിയും അല്ല, ശുഭരാത്രിയും അല്ല. സബ്സെ ബുരി ഹെ നൈറ്റ്, ഏറ്റവും മോശം ഏതാണ്? രാത്രിയാണ്. തോ സബ്സെ അച്ഛെ ക്യാ ഹെ, അപ്പോൾ ഏറ്റവും നല്ലത് ഏതായിരിക്കും? പ്രഭാതം, സവേര. ജിസ്കോ അമൃതവേള കഹാജാത്, ഇതിനെയാണ് അമൃതവേള എന്ന് പറയുന്നത്. തുമാരെ ഹർ സമയ ഗുഡ് ഹി ഗുഡ് ഹെ, നമ്മുടെ ഓരോ സമയം, ഓരോ നിമിഷവും നമ്മൾക്ക് എന്താണ്? നല്ലത് തന്നെയാണ്. बच्चे जानते हैं कि इस समय हम योग योगेश्वर और योग योगेश्वरियाम है. നമ്മൾക്കറിയാം ഈ സമയത്ത് നമ്മൾ യോഗ യോഗീശ്വരനും യോഗ യോഗീശ്വരിയുമാണ്. ഈശ്വർ जो तुम्हारा बाप है वह आकर योग सिखलाते हैं, अर्थात तुम बच्चों को एक ईश्वर के साथ योग है. ഈശ്വരൻ ആരാണ്? നിങ്ങളുടെ അച്ഛൻ. അവർ വന്ന് നമ്മളെ യോഗം പഠിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ കുട്ടികൾക്ക് ഒരു ഈശ്വരൻ്റെ കൂടെയാണ് നമ്മുടെ യോഗം. തും ബച്ചോं को योगेश्वर के बाद ज्ञान ज्ञानेश्वर बाप का पता पड़ा है. നിങ്ങൾ കുട്ടികൾക്ക് യോഗീശ്വരനായ ബാബയ്ക്ക് ശേഷമാണ് അതിൻ്റെ ശേഷമാണ് ജ്ഞാനേശ്വരനായ ബാബയെക്കുറിച്ച് അറിയുന്നത്. योग लगा फिर बाप तुमको सारे चक्र की नॉलेज समझ जाते हैं, जिससे तुम भी ज्ञानेश्वर बनते हो. ആദ്യം നമുക്ക് ബാബയോടുള്ള കണക്ഷൻ യോഗം, പിന്നീട് നമുക്ക് മുഴുവൻ ചക്രത്തിൻ്റെ നോളജ് മനസ്സിലാക്കി തരുമ്പോഴാണ് നമ്മൾ എന്താകുന്നത്? ജ്ഞാനേശ്വരിമാരാകുന്നത്. ഈശ്വർ ബാപ്പ് ബച്ചോं को आकर ज्ञान और योग सिखलाते हैं. ഈശ്വരനായ ബാബ കുട്ടികൾക്ക് വന്ന് ജ്ഞാനവും യോഗവും പഠിപ്പിക്കുകയാണ്. കോൺസ ഈശ്വർ, ഏത് ഈശ്വരനാണ്? നിരാകാർ ബാപ്പ്. ആരാണ്? നിരാകാരനായ ബാബ. ആ ബുദ്ധി സെ കാംലോ, നമ്മൾ ബുദ്ധി കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക. ഗുരു ലോകോं की तो बहुत मत है, ഗുരുക്കന്മാർക്ക് ധാരാളം മതങ്ങളുണ്ട്. കോയി കഹെങ്കെ കൃഷ്ണ സെ യോഗ ലഗാവോ ഫിർ ഉൻക ചിത്ര ഭി ദേങ്കെ, ചിലർ പറയും കൃഷ്ണനോട് യോഗം വെക്കുക, പിന്നീട് അവർ ചിത്രം കൂടി നൽകും. കോയി സായി ബാബ, കോയി മഹർഷി ബാബ, കോയി മുസൽമാൻ കാ, കോയി പാഴ്സി കാ, സബ്കോ ബാബ ബാബ കഹത്തെ രഹത്തെ ഹെ. ചിലവർക്ക് സായി ബാബയായിരിക്കും, ചിലവർക്ക് മഹർഷി ബാബയായിരിക്കും, ചിലവർക്ക് മുസൽമാന്മാരായിരിക്കും, ചിലവർക്ക് പാഴ്സി. എല്ലാവരെയും ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കഹെങ്കെ സബ് ഭഗവാൻ ഹി ഭഗവാൻ ഹെ, എല്ലാവരും ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. അബ് തും ജാൻതേ ഹോ മനുഷ്യ ഭഗവാൻ ഹോ നഹി സക്ത. പക്ഷെ ഇപ്പോൾ നമ്മൾക്കറിയാം മനുഷ്യൻ ഒരിക്കലും ഭഗവാനാകാൻ സാധിക്കില്ല. അത് ജനന മരണ ചക്രത്തിൽ വരുന്നവരൊരിക്കലും അവർ ഭഗവാൻ എന്ന് പറയാൻ സാധ്യമല്ല. ഈ ലക്ഷ്മി നാരായൺ കോ ബി ഭഗവാൻ ഭഗവതി നിഹി കൈ സക്തേ. ഈ ലക്ഷ്മി നാരായണനെയും കൂടി ഭഗവാൻ ഭഗവതി എന്ന് പറയാൻ സാധ്യമല്ല. ഭഗവാൻ തോ ഏക് നിരാകാർ ഹെ, ഭഗവാൻ ആരാണ്? ഒരേ ഒരു നിരാകാരനാണ്. വോ തും സബ് ആത്മാവോ കാ ബാപ് ഹെ, ഉൻകോ കഹാ ജാത്താ ഹെ ശ്രീ ബാബ. അവർ സർവ്വ ആത്മാക്കളുടെ അച്ഛനാണ്, അവരെ പറയാണ് നമ്മൾ ശ്രീ ബാബ. തും ഹി ജന്മ ജന്മാന്തർ സത്സംഗ് കർത്തേ ആയേ, നിങ്ങളും കൂടി ജന്മ ജന്മാന്തരങ്ങളായി സത്സംഗങ്ങൾ ചെയ്തു വന്നു. കോയിന കോയി സന്യാസി സാധു പണ്ഡിത് ആദി ജരൂർ ഹോങ്കെ. അതാണ്, ഏതെങ്കിലും സന്യാസി അഥവാ സാധു അഥവാ പണ്ഡിതൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ലോക് ജാനത്തെ ഹെ കി യഹ് ഹമാര ഗുരു ഹെ, ലോകത്തിലവർക്കറിയാം നമ്മളെ ഇത് നമ്മുടെ ഗുരുവാണിവർ. ഹംകോ കഥ സുനാ രഹേ ഹെ, നമ്മൾക്ക് കഥ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യവുമേ കഥായം ആദി ഹോത്തി നഹി, സത്യത്തിൽ കഥകളൊന്നും ഉണ്ടാവുകയില്ല. ബാബ് ബൈറ്റ് സമച്ചാത്തെ ഹെ സിർ ഭഗവാൻ വ ഈശ്വർ കഹനെ സെ രസ്ന നിഹി ആത്തി ഹെ. ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്, കേവലം ഭഗവാനെന്നോ ഈശ്വരനെന്നോ പറയുമ്പോൾ ആ രസം നമ്മൾക്ക് വരില്ല. वह बाप है तो बाबा कहने से संबंध स्नेहपूर्ण हो जाता है. അവർ നമ്മുടെ അച്ഛനാണെന്ന്, അച്ഛൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് എന്തായിരിക്കും? ആ സ്നേഹപൂർണ്ണമായൊരു ബന്ധമാണ് നമ്മൾക്കുണ്ടാവുക, ആ സംബന്ധമാണ്. तुम जानते हो हम बाबा मम्मा के बच्चे बने हैं जिससे तुमको स्वर्ग के सुख मिलते हैं.
നമ്മൾക്കറിയാം എന്താണ്, ബാബയുടെയും അമ്മയുടെയും കുട്ടികളാണ് നമ്മളായിരിക്കുന്നത്. അവരിലൂടെ നമുക്ക് സ്വർഗത്തിൻ്റെ സുഖമാണ് ലഭിക്കുന്നത്. ഐസ കോയി ബി സത്സംഗ് നഹി ഹോഗാ ജോ സമജ്തേ ഹോ കി ഹം ഇസ് സത്സംഗ് സേ മനുഷ്യ സേ ദേവത വ നരകവാസി സേ സ്വർഗവാസി ബൻതേ ഹെ. അതാണ് അത്തരത്തിലുള്ള ഏതൊരു സത്സംഗവും ഉണ്ടായിരിക്കില്ല. ആരാണോ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ സത്സംഗത്തിലൂടെ മനുഷ്യരിൽ നിന്നും ദേവത അഥവാ നരകവാസിയിൽ നിന്നും സ്വർഗവാസിയാകുന്നു. അഭി തുമാര സത്ത് ബാബ് കെ സാത്ത് സംഘ് ഹേ. ഇപ്പോൾ നമുക്ക് സത്യബാബയുടെ കൂടെയുള്ള സംഘമാണ്. അവർ സബ്ക അസത്യക്കെ സാത്ത് സംഘ് കഹാ ജാത്ത ഹേ. ബാക്കി എല്ലാവർക്കും എന്താണ്, അസത്യമായവരുടെ കൂടെയാണ് അവരുടെ സംഘം. ഗായ ബി ജാത്ത ഹേ സത്സംഗ് താരേ കുസംഗ് ബോരെ. ഇങ്ങനെയാണ് മഹിമ പാടുന്നത്. നല്ല സംഘത്തിൽ പോയി നന്നാവും, ചീത്ത സംഘത്തിൽ പോയി ചീത്തയാകും. ജിസ്മാനി സംഘ് ബോരെയാണ്, ശാരീരികമായിട്ടുള്ള കൂട്ടുകെട്ടെല്ലാം ചീത്തയാണ്. ബാബ് കൈത്തേഹെ ആത്മാഭിമാനി ദേഹി അഭിമാനി ബനോ. ബാബ കുട്ടികളോട് പറയാണ്, നിങ്ങൾ ആത്മാഭിമാനിയും ദേഹി അഭിമാനിയും ആകും. മൈ തും ബച്ചോം ആത്മാവോക്കു സിഖാത്താഹും. ഞാൻ നിങ്ങൾ കുട്ടികൾക്കും ആത്മാക്കൾക്കും പഠിപ്പിക്കുകയാണ്. ഈ റുഹാനി നോളജ് റൂഹോം പ്രതി സുപ്രീം റൂഹ് ആക്കർ ദേത്തേഹ്യം. ഈ ആത്മീയ നോളജ് ആത്മാക്കൾക്ക് വേണ്ടി ആത്മീയ ബാബ, അതാണ് പരമാത്മാവാണ് നമ്മൾക്ക് വന്ന് നൽകുന്നത്. ബാക്കി സഭ്യ ഭക്തിമാർഗ്, ബാക്കിയെല്ലാം എന്താണ്, ഭക്തിമാർഗമാണ്. ഓ കോയി ജ്ഞാനമാർഗ് നിഹിഹെ, അത് ഏതൊരു ജ്ഞാന മാർഗവും അല്ല. ബാബ് കൈത്തെ ഹെ മൈ സബ് വേദോ ശാസ്ത്രോं को സൃഷ്ടി के ആദി മധ്യ अंत को जानने वाला हूँ. ബാബ പറയാണ്, ഞാൻ എല്ലാ വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും അഥവാ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിനെ കുറിച്ച് അറിയുന്നവരാണ്. അതോറിറ്റി മൈഹും, ഞാനാണ് എല്ലാറ്റിൻ്റെയും അതോറിറ്റി, അധികാരി ഞാനാണ്. വഹ്യ ഭക്തി മാർഗയ്ക്ക് അതോറിറ്റി, അവർ ഋഷി മുനികളെല്ലാം എന്താണ്, ഭക്തിമാർഗത്തിൻ്റെ അതോറിറ്റിയാണ്. ബഹുത്ത് ശാസ്ത്രാദി പഠിത്തേ ഹെ തോ ഉൻകോ കൈത്തേ ഹെ ശാസ്ത്രോं की അതോറിറ്റി. അവർ ധാരാളം ശാസ്ത്രങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്, അവരെ പറയും ശാസ്ത്രങ്ങളുടെ അതോറിറ്റി. തുംകോ ബാപ്പ് സച്ചാക്കർ സുനാത്തേ ഹെ. ബാബ നിങ്ങൾക്ക് വന്ന് സത്യകാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. അഭി തും ജാൻതേ ഹോ സത്ത് കാ സംഘ് താരേ. സത്യമായ സംഘം നല്ല സംഘമാണ്. ചൂട്ട് കാ സംഘ് ഡുബോയെ. ചീത്ത സംഘം നമ്മളെന്താ, അസത്യ സംഘം നമ്മളെ താഴ്ത്തുന്നതാണ്. അബ് ബാബ് തും ബച്ചോं ദ്വാരാ ഭാരത് കോ സാൽവേജ് കർ രഹേ ഹെ. ഇപ്പോൾ ബാബ നിങ്ങൾ കുട്ടികളിലൂടെയാണ് ഭാരതത്തെ രക്ഷിക്കുന്നത്, പരിരക്ഷിക്കുന്നത്. തും ഹോ റുഹാനി സാൽവേഷൻ ആർമി. നിങ്ങളാണ് ആത്മീയ രക്ഷാ സൈന്യങ്ങൾ. സാൽവേജ് കർത്തേ ഹെ, നമ്മളെ പരിരക്ഷിക്കുകയാണ്. ബാബ് കഹത്തെ ഹെ കി ഭാരത് ജോ സ്വർഗ് താ വഹ് അബ് നരക് ബനാ ഹുവാ ഹെ. ബാബ കുട്ടികളോട് പറയാണ്, ഭാരതം ഏതാണോ സ്വർഗമായിരുന്നത് അതിപ്പോൾ എന്തായിരിക്കുന്നു, നരകമായിരിക്കുന്നു. ഡൂബാ ഹുവാ ഹെ, അത് ആ വഞ്ചി മുങ്ങിയിരിക്കുന്നു. ബാക്കി कोई ऐसा सागर ऐसे सागर के नीचे नहीं है. ഇനി ബാക്കി സാഗരത്തിന് താഴെയാണ് ദ്വാരക, സ്വർണ്ണ ദ്വാരക താഴെയാണെങ്കിൽ ഇങ്ങനെയൊന്നല്ല. തും സദോ പ്രധാൻ സേ തമോ പ്രധാൻ ബനേ ഹോ. നിങ്ങൾ സദോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനായിരിക്കുന്നു. സത്യുഗ് ത്രേതാഹ്യ സദോ പ്രധാൻ എഹ് ബഡാ സ്റ്റീമർ ഹേ. സത്യുഗും ത്രേതായുഗം എന്താണ്, സദോ പ്രധാൻ ഇത് വലിയൊരു കപ്പലാണ്, സ്റ്റീമറാണ്. തും സ്റ്റീമർ മേ ബൈഠേ ഹോ. നമ്മൾ ആ കപ്പലിലാണ് ഇരുന്നിട്ടുള്ളത്. യഹ് പാപ് കി നഗരി ഹെ ക്യോങ്കി സബ് പാപാത്മാ. ഇത് പാപത്തിൻ്റെ നഗരമാണ്. എന്തുകൊണ്ടാണ്, എല്ലാവരും പാപാത്മാക്കളാണ്. വാസ്തവമേ ഗുരു ഏക് ഹെ. വാസ്തവത്തിൽ ഗുരു ആരാണ്, ഒരാൾ മാത്രമാണ്. ഉൻകോ കോയി ജാൻതേ നഹി ഹെ. അവരെ ആർക്കും അവരെ അറിയില്ല. ഹമേഷ കൈത്തേ ഹെ ഓ ഗോഡ് ഫാദർ. എല്ലായ്പ്പോഴും പറയുന്ന എന്താണ്, ഓ ഗോഡ് ഫാദർ. ഐസെ നഹി കഹത്തെ ഗോഡ് ഫാദർ കം പ്രിസെപ്റ്റർ. ഒരിക്കലും അങ്ങനെ പറയില്ല. ഗോഡ് ഫാദർ തന്നെയാണ് പ്രിസെപ്റ്റർ, എന്താണ്, ധർമ്മസ്ഥാപകർ എന്ന് പറയില്ല. നഹി സിർ ഫാദർ കഹത്തെ ഹെ. അവരെ വെറും ഫാദർ എന്ന് പറയുന്നു, അച്ഛൻ എന്ന് പറയുന്നു. ഓ പതിത് പാവൻ ഹെ തോ ഗുരു ബി ഹോ ഗയാ. അവർ പതീത പാവനാണ്, അപ്പോൾ എന്തായി, ഗുരുവും കൂടിയായി. സർവ കാ പതിത് പാവൻ സദ്ഗതി ദാദാ ഏക് ഹെ. സർവരുടെയും പതീത പാവനും സദ്ഗതി ദാതാവും ഒരു ബാബയാണ്. ഇസ് പതി ദുനിയാമേ കോയി ബി
മനുഷ്യ സദ്ഗതി ദാദാ വ പതിത് പാവൻ ഹോ നിഹി സക്ത. ഈ പതിത ലോകത്തിൽ ഏതൊരു മനുഷ്യർക്കും സദ്ഗതി ദാതാവോ പതിത പാവനോ ആകാൻ സാധ്യമല്ല. ബാപ്പ് കൈത്തെ ഹേ കിത്തനെ അഡൾട്രേഷൻ കറപ്ഷൻ ഹേ. ബാപ്പ് പറയാണ് ഈ ലോകത്തിൽ എത്രമാത്രം മായം ചേർക്കലും അഴിമതിയുമാണ് ഇപ്പോൾ നടക്കുന്നത്. अब मुझे कन्याओं माताओं के द्वारा सबका उद्धार करना है. ഇപ്പോൾ എനിക്ക് കന്യകളെയും മാതാക്കളിലൂടെയാണ് എല്ലാവരെയും ഉദ്ധരിക്കേണ്ടത്. തും സബ് ബ്രഹ്മ കുമാർ കുമാരിയാം ബായി ബഹൻ ഹോഗേ. നിങ്ങളെല്ലാ ബ്രഹ്മകുമാരനും കുമാരികളും ആരാണ്? സഹോദരിയും സഹോദരനുമാണ്. നെഹിത്തോ ഡാഡേക്ക വർഷ കൈസെ മിലേ. ഇല്ലെങ്കിൽ അച്ചാച്ചൻ്റെ സ്വത്ത് എങ്ങനെയാണ് ലഭിക്കുക? ഡാഡേ സെ വർഷ മിൽത്താ ഹെ 21 പീഡി അർത്ഥാത് സ്വർഗ് കി രാജായി. നമ്മൾക്ക് അച്ചാച്ചന് സ്വത്ത് ലഭിക്കുന്നത് 21 ജന്മങ്ങൾ, അതായത് സ്വർഗത്തിൻ്റെ രാജ്യഭാഗ്യമാണ്. കമായി കിത്തനി ബഡി ഹെ. ആ സമ്പാദ്യം എത്രമാത്രം വലുതാണ്. ഏ ഹെ സച്ചി കമായി സച്ചേ ബാപ്പ് ദ്വാര. ഇതാണ് സത്യസമ്പാദ്യം സത്യബാബയിലൂടെ. ബാപ്പ് ബാപ്പി ഹേ, ശിക്ഷക് ബി ഹേ, സദ്ഗുരു ബി ഹേ. അച്ഛനുമാണ് ടീച്ചറുമാണ് സദ്ഗുരു. 3 in 1. പ്രാക്ടിക്കൽ മേ കർക്കെ ദിഖാനെ വാലാ ഹെ. അത് പ്രാക്ടിക്കലായി ചെയ്ത് കാണിക്കുന്നവരാണ്. ഐസെ നിഹിക്ക് ഗുരു മർ ഗയാത്തോ ചേലേക്കോ ഗിദ്ധി മിലേ. ഇനി അത്തരത്തിലല്ല, ഗുരു ശരീരം വിട്ടാൽ പിന്നീട് ആ ശിഷ്യനെ അവരെ സിംഹാസനത്തിൽ ഇരുത്തും. വഹെ ജിസ്മാനി ഗുരു. അതെന്താണ്? ശാരീരികമായിട്ടുള്ള ഗുരുവാണ്. ഏഹെ റുഹാനി ഗുരു. ഇത് ആത്മീയ ഗുരുവാണ്. അച്ചി രീതി ഇസ് ബാത് കോ സമജ്നാ ഹെ. ഏ ബിൽക്കുൽ നയി ബാത്തേ ഹം. നല്ല രീതിയിൽ ഈ കാര്യത്തെ മനസ്സിലാക്കണം. ഇതെല്ലാം ഇത് തികച്ചും പുതിയ കാര്യങ്ങളാണ് ഇവിടുത്തത്. തും ജാൻതേ ഹോ ഹംകോ കോയി മനുഷ്യ നിഹി പടാത്താ ഹം. ഹംകോ ശ്രീ ബാബ ജ്ഞാൻ കാ സാഗർ പതിത് പാവൻ ഈ ശരീർ ദ്വാരാ പടാത്തേ ഹം. നമ്മൾക്ക് ഏതൊരു മനുഷ്യനുമല്ല പഠിപ്പിക്കുന്നത്. നമുക്ക് ശിവബാബ ജ്ഞാനസാഗരനാണ്, പതീത പാവനാണ്. ഈ ശരീരത്തിലൂടെയാണ് പഠിപ്പിക്കുന്നത്, ബ്രഹ്മാവിലൂടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. തുമാരി ബുദ്ധി ശിവബാബ തരഫ് ഹേ. നമ്മുടെ ബുദ്ധി ആരുടെ നേർക്കാണ്? ശിവബാബയുടെ നേർക്കാണ്. ഉൻ സത്സംഗോമേ മനുഷ്യ തരഫ് ബുദ്ധി ജായെങ്കിൽ. ആ സത്സംഗത്തിൽ എല്ലാവർക്കും മനുഷ്യരുടെ ഭാഗത്തേക്കാണ് അവരുടെ ബുദ്ധി പോവുക. വ സബ് ഹേ ഭക്തി മാർഗ്. അതെല്ലാം എന്താണ്? ഭക്തി മാർഗമാണ്. അബ് തും ഗാത്തേ ഹോ തും മാത് പിതാ ഹം ബാലക് തേരെ. നിങ്ങളിപ്പോൾ പാടും നിങ്ങൾ മാതാവും പിതാവുമാണ്, ഞങ്ങൾ നിങ്ങളുടെ ബാലകരാണ്. എത്തോ ഏക് ഹേന. ഇതാരാണ്? ഒരാൾ മാത്രമാണിത്. പരന്തു ബാബ കൈത്തേ ഹേ കി മൈ കൈസെ ആക്കർ തുംകോ അപ്ന ബനാവൂ. ഞാൻ എങ്ങനെ വന്നിട്ടാണ് എൻ്റേതാക്കുന്നത് നിങ്ങളെ. മൈ തുമാര പിതാഹും. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. തോ എനിക്ക് തൻക ആധാർ ലേത്താഹും. ഞാൻ ഇവരുടെ ശരീരത്തിൻ്റെ ആധാരമാണ് എടുക്കുന്നത്. തോ ഇഹ ഹമാരി സ്ത്രീ ബി ഹേ തോ ബച്ച ബി ഹേ. ഇത് ബ്രഹ്മബാബ എൻ്റെ പത്നിയും കൂടിയാണ്, അതേപോലെ എൻ്റെ ഒരു കുട്ടിയും കൂടിയാണ്. ഇൻ ദ്വാര ശിവബാബ ബച്ചോं को अडॉप्ट करते हैं तो एक बड़ी मम्मा हो गई. ഇവരിലൂടെയാണ് ശിവബാബ കുട്ടികളെ ദത്തെടുക്കുന്നത്. അപ്പോൾ ഇവർ നമ്മുടെ വലിയ അമ്മയും കൂടിയായി. ഇൻകി കോയി മാ നഹി ഹെ. സരസ്വതി കോ ജഗദംബ. ഇവർക്ക് ഒരമ്മയില്ല. ഇവരെ എന്താണ്? സരസ്വതിയാണ് ജഗദംബ എന്ന് പറയുന്നത്. ഉൻകോ തുമാരി സംഭാൽ കർണേ കെ ലിയേ മുഖറർ കിയാ ഹെ. അവരെ നമ്മൾ ജഗദംബയെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി അവരെ നമ്മൾക്ക് ഫിക്സ് ആക്കിയിരിക്കുന്നു. സരസ്വതി ജ്ഞാനേശ്വരി. ഏഹ്യ ചോട്ടി മമ്മ. സരസ്വതിയാണ് ജ്ഞാനേശ്വരാണ്, ചെറിയ അമ്മയാണ് നമ്മുടെ. ഈ ബഡി ഗുഹ്യ ബാത്യഹ. ഇത് വളരെ ഗുഹ്യമായിട്ടുള്ള കാര്യമാണ്. വലിയ അമ്മയാരാണ്? ബ്രഹ്മബാബയാണ്. ഇത് നമ്മൾക്ക് നമ്മുടെ കുട്ടികളെല്ലാം നോക്കാൻ വേണ്ടി മമ്മയാണ് ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ നമ്മുടെ ചെറിയ അമ്മയാണ്. तुम अभी गुह्य पढ़ाई पढ़ रहे हो, तुम्हें विथ रेस्पेक्ट पास होना है. നമ്മൾക്ക് ഗുഹ്യമായ പഠിപ്പ് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തും വിത്ത് റെസ്പെക്റ്റ്, നല്ല ബഹുമതിയോട് കൂടി നമ്മൾ പാസ്സാകണം. ഏക് ലക്ഷ്മി നാരായൺ വിത്ത് റെസ്പെക്റ്റ് പാസ് ഹുയേ ഹേ. ഈ ലക്ഷ്മി നാരായൺ വിത്ത് റെസ്പെക്റ്റാണ്, വിത്ത് ഓണറാണ് പാസ്സായിരിക്കുന്നത്. ഉൻഹോക്കോ സബ്സെ ബഡി സ്കോളർഷിപ്പ് മിലി. അവർക്കാണ് ഏറ്റവും വലിയ സ്കോളർഷിപ്പ് കിട്ടിയിരിക്കുന്നത്. കോയി സജാ ഖാനി നെഹി പടി. അവർക്ക് യാതൊരു ശിക്ഷയും അനുഭവിക്കേണ്ടി വരില്ല. അവർ ഓണറോടുകൂടി പാസ്സായി. ബാപ്പ് കൈത്തേ ഹെ ജിത്ന ഹോ സക്കെ യാദ് കരോ.
ബാബ പറഞ്ഞു നിങ്ങൾക്ക് സാധിക്കുന്നത്ര എന്നെ ഓർമ്മിക്കൂ. ഇസ്കോ ഭാരത് ക പ്രാചീൻ യോഗ കഹാജ, ഇതിനെയാണ് ഭാരതത്തിൻ്റെ പ്രാചീന യോഗം എന്ന് പറയുന്നത്. ബാബ് കഹത്തെ ഹെ തുംകോ സബി വേദവും ശാസ്ത്രവും ക സാർ സുനാത്താ ഹും, ഞാൻ നിങ്ങൾക്ക് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരമാണ് കേൾപ്പിക്കുന്നത്. മൈനെ തുംകോ രാജോഗ് സിഖായ ജിസെ തുമ്നെ പ്രാലബ്ധ പായി, ഞാൻ നിങ്ങൾക്ക് രാജയോഗം പഠിപ്പിച്ചു, ഇതിലൂടെ നിങ്ങൾ പ്രാലബ്ധം അതിൻ്റെ പ്രാപ്തി നിങ്ങൾ പ്രാപിച്ചു. ഫിർ ഞാൻ ഖലാസ് ഹോ ഗയ, പിന്നെ ഞാൻ എന്താണ് ഖലാസ്, എല്ലാം സമാപ്തമാകും. ഫിർ പരമ്പര കൈസെ ചൽ സക്ത, പിന്നീട് എങ്ങനെയാണ് പരമ്പരയായിട്ട് നടക്കുക. വഹാം കോയി ശാസ്ത്ര ആദി ഹോത്തി നഹി ഔർ ധർമ്മ വാലെ ഇസ്ലാമി ബൗദ്ധി ആദി ജോ ഹെ ഉൻക ജ്ഞാൻ ഗും നഹി ഹോത്ത, അവിടെ യാതൊരു ശാസ്ത്രങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മറ്റുള്ള ധർമ്മങ്ങളിൽ, അതാണ് ഇസ്ലാമി ബൗദ്ധി, ആരൊക്കെയാണോ അവരുടെ ജ്ഞാനം പിന്നീട് അപ്രത്യക്ഷമാകും, അത് ഉണ്ടാവില്ല. ഉൻഹോക്ക പരമ്പര ചലത്ത, അവരുടേതാണ് പരമ്പരയായിട്ട് നടക്കുന്നത്. സബ്കോ മാലൂം ഹെ, അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പരന്തു ബാബ് കഹത്തെ ഹെ കി മൈ തുംകോ ജോ ജ്ഞാൻ സുനാത്താ ഹും വഹു കോയി നഹി ജാനത്തെ, പക്ഷേ ബാബു പറയാണ് കുട്ടികളോട്, ഞാൻ എന്ത് ജ്ഞാനമാണ് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് വേറെ ആർക്കും അറിയില്ല. ഭാരത് ദുഃഖി ബൻ ജാത്താ ഹെ ഉൻകോ ആക്കർ സദാ സുഖി ബനാത്താ ഹും, ഭാരതം ദുഃഖിതരാകുന്നു, അവരെ വന്ന് ഞാൻ സദാ സുഖമുള്ളവരാക്കുന്നു. ബാബ് കഹത്തെ ഹെ മൈ സാധാരണ തന്മേ ബൈഠാ ഹും, ഞാൻ സാധാരണ ശരീരത്തിലാണ് ഇരുന്നിരിക്കുന്നത്. തുമാര ബുദ്ധിയോഗ് ബാബ്ക്കെ സാത്ത് രഹെ, നമ്മുടെ ബുദ്ധിയോഗ ആരോടാണ്, ബാബയുടെ കൂടെയാണ്. ആത്മാവും ക ബാബ് ഹെ പരംപിത പരമാത്മ, ആത്മാക്കളുടെ അച്ഛനാരാണ്, പരമപിത പരമാത്മ. സർവ ബച്ചോ ക വഹ് ബാബ് ഹെ ഉൻകെ സബ് ബച്ചെ ടഹരേന, സർവ കുട്ടികളുടെയും അവരച്ഛനാണ്. അപ്പോൾ എല്ലാവരും ആരാണ്, അവരുടെ മക്കളാണല്ലോ. സബ് ആത്മായം ഈ സമയ പതിത് ഹെ, എല്ലാ ആത്മാക്കളും ഈ സമയത്ത് പതിതരാണ്. ബാബ് കഹത്തെ ഹെ മൈ പ്രാക്ടിക്കൽ മേ ആയാ ഹും, ഞാൻ പ്രാക്ടിക്കലായി വന്നിരിക്കുന്നു. വിനാശ് സാമനെ ഖടാ ഹെ, വിനാശം നമ്മുടെ മുന്നിൽ വന്ന് നിന്നിരിക്കുന്നു. ജാൻത്തെ ഹോ ആഗ് ലഗേഗി, നമ്മൾക്കറിയാം എന്താണ്, എല്ലാവരും തീ പിടിച്ച് നശിച്ചു പോകും. സബ്കെ ശരീർ ഖതം ഹോ ജായെങ്കിൽ, എല്ലാവരുടെ ശരീരം ഇവിടെ നശിച്ചു പോകുന്നതാണ്. സബ് ആത്മാവോ കോ ജാനാ ഹെ, എല്ലാ ആത്മാക്കളും പോകേണ്ടത് എവിടത്തെയാണ്, വാപ്പസ് ഘർ, തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങണം. ഐസെ നഹി കി ബ്രഹ്മ മേ ലീൻ ഹോ ജായെങ്കി വ ജ്യോതി മേ സമാ ജായെങ്കി, ഇനി അത്തരത്തിലല്ല, നമ്മൾ ബ്രഹ്മത്തിൽ ലയിച്ചു പോകും, അഥവാ ജ്യോതിയിൽ സമാവേശമായിരിക്കും. ബ്രഹ്മസമാജി ഫിർ ജ്യോതി ജഗാത്തെ ഹെ, ബ്രഹ്മസമാജക്കാർ പിന്നെന്താണ്, ജ്യോതി കത്തിക്കുകയാണ്. ഉൻകോ ബ്രഹ്മ മന്ദിർ കൈദേത്തെ, അവരതിനെ ബ്രഹ്മ മന്ദിർ എന്നാണ് പറയുന്നത്. വാസ്തവമേ ഹെ ബ്രഹ്മ മഹാത്വത്ത് ജഹാം സബ് ആത്മായ രേത്തി ഹെ, വാസ്തവത്തിൽ എന്താണ്, ബ്രഹ്മ മഹാതത്വമാണ്. എവിടെയാണോ ആത്മാക്കൾ വസിക്കുന്ന ആ വീട്ടിനെയാണ് ബ്രഹ്മ മഹാതത്വം എന്ന് പറയുന്നത്. ഹമാര പഹലെ മന്ദിർ വഹി ഹെ, നമ്മുടെ ആദ്യത്തെ ക്ഷേത്രം അത് തന്നെയാണ്. ഇത് ബ്രഹ്മ മഹാതത്വം. പവിത്രാത്മായും വഹാം രഹിത്തി ഹെ, പവിത്ര ആത്മാക്കളാണ് അവിടെ വസിക്കുന്നത്. യഹ് ബാത്തേം കോയി മനുഷ്യ സമജ്തേ നഹി, ഈ കാര്യങ്ങളൊന്നും ഏതൊരു മനുഷ്യരും മനസ്സിലാക്കുന്നില്ല. ജ്ഞാൻ കാ സാഗർ ബാപ്പ് ബൈട്ട് തും ബച്ചോं को समझाते हैं कि अब हो तुम ജ്ഞാനേശ്വർ ഫിർ ബൻതേ ഹോ രാജരാജേശ്വർ. ജ്ഞാനസാഗരനായ ബാബ ഇരുന്ന് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്, ഇപ്പോൾ നിങ്ങൾ ജ്ഞാനേശ്വരനാണ്, പിന്നീടാകുന്നത് എന്താണ്, രാജരാജേശ്വർ. തുമാരി ബുദ്ധി മേ ഹെ കി പതിത് പാവൻ മോസ്റ്റ് ബിലവഡ് ബാബ ആക്കർ ഹംകോ സ്വർഗ കാ വർഷ ദേ രഹേ ഹെ, നമ്മുടെ ബുദ്ധിയിലുണ്ട് പതിത പാവനും എത്രയും പ്രിയപ്പെട്ട ബാബ വന്ന് നമ്മൾക്ക് സ്വർഗത്തിൻ്റെ സ്വത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. കയ്യോങ്കി ബുദ്ധിമേ യഹ് ബി ബൈഠത്താ നഹി ഹെ, ചിലവരുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇത്തനെ ബൈഠേ ഹെ ഇൻമേ കോയി 100% നിശ്ചയ ബുദ്ധി നഹി ഹെ, ഇത്രയും ഉണ്ട്, അതിൽ യാതൊരു ആളുടെയും ബുദ്ധി 100% നിശ്ചയ ബുദ്ധിയുള്ളവരില്ല. കോയി 80% ഹെ, കോയി 50% ഹെ, കോയി വഹ് ബി നഹി, ചിലവർക്ക് 80%, ചിലവർക്ക് 50%, ചിലവർക്ക് അത്രയും കൂടിയില്ല. വോ തോ ബിൽക്കുൽ ഫെയിലർ ഹുവ, അവർ തികച്ചു എന്താണ്, ഫെയിലർ, അവർക്ക് പരാജയമാണ്.
നമ്പർ വാർ ജരൂർ ഹെ, തീർച്ചയായും നമ്പർ വാറാണ്. ബഹുത് ഹെ ജിൻകോ നിശ്ചയ് നിഹി, ധാരാളം പേർക്ക് നിശ്ചയമേ ഇല്ല. കോശിഷ് കർത്തേ ഹെ കി നിശ്ചയ് ഹോ ജായേ, അവർ പരിശ്രമിക്കുന്നുണ്ട്, എന്താണ് നിശ്ചയം ഉണ്ടാകണം. അച്ഛ നിശ്ചയ് ഹോ ബി ജായേ തോ പരന്തു മായ കടി ഹെ, അവർക്കൊരു പക്ഷെ നിശ്ചയം ഉണ്ടായാൽ തന്നെ മായ വളരെ കഠിനമാണ്. ബാബാക്കോ ഭൂൽ ജാത്തി ഹെ, ഒരു ബാബയെ മറന്നു പോകുന്നു. ഈ ബ്രഹ്മ കുത് കൈത്തേ ഹെ കി മൈ പൂരാ ഭഗത് ഥാ, ഈ ബ്രഹ്മാവ് സ്വയം പറയാണ് ഞാൻ പൂർണ്ണ ഭക്തനായിരുന്നു. 63 ജന്മ ഭക്തി കീഹെ തത്വം, ഞാൻ 63 ജന്മങ്ങൾ ഭക്തി അതേപോലെ ഞാൻ വീണ്ടും ചെയ്യുകയാണ്. തുമ്നെ ബി 63 ജന്മ ഭക്തി കീഹെ, നിങ്ങളും 63 ജന്മം ഭക്തി ചെയ്തു. 21 ജന്മ സുഖപ്പായ ഫിർ ഭഗത് ബനേഹോ, 21 ജന്മങ്ങൾ നമ്മൾ സുഖം പ്രാപിച്ചു. പിന്നീട് സത്യുഗത്തിലും ത്രേതായുഗത്തിലും പിന്നീട് നമ്മൾ എന്തായി, വീണ്ടും നമ്മളും ഭക്തന്മാരായി. ഭക്തിക്ക് ബാധ്യ വൈരാഗ്യം, ഭക്തിക്ക് ശേഷമാണ് വൈരാഗ്യം. അതാണ് ബാബ പറയാണ്, സന്യാസി ലോഗ് ബി യഹ് അക്ഷർ സബ് കഹത്തെ ഹെ കി ജ്ഞാൻ ഭക്തി ഔർ വൈരാഗ്യം. ജ്ഞാനം എപ്പോഴാണ്, സത്യയുഗത്തിലും ത്രേതായുഗത്തിലാണ് നമ്മൾക്ക് ജ്ഞാനത്തിൻ്റെ പ്രാപ്തി. പിന്നീട് ദ്വാപരയുഗത്തിൽ നമ്മളെന്താണ് ഭക്തി തുടങ്ങി. ഇപ്പോഴെന്താണ് ഈ സംഗമയുഗത്തിൽ എന്താണ് നമ്മൾക്ക് വൈരാഗ്യം. ഉനോക്കോ വൈരാഗ്യാത്ത ഹെ ഘർബാർ സെ, സന്യാസിമാർക്ക് വൈരാഗ്യം അങ്ങോട്ടാണ്, വീട്ടിനോടും കുടുംബത്തിനോടാണ് അവർക്ക് വൈരാഗ്യം വരുന്നത്. ഉസ്കോ ഹദ് കാ വൈരാഗ്യ കഹാ ജാത്ത ഹെ ഔർ തുമാരാ ഹെ ബെഹദ് കാ വൈരാഗ്യ, അവരുടെ മിതമായ വൈരാഗ്യമാണ് നമ്മുടെ പരിധിയില്ലാത്ത വൈരാഗ്യം. സന്യാസി ഘർബാർ ചോട് ജംഗൾ മേ ചലേ ജാത്തേ തേ, സന്യാസിമാർ വീടൊക്കെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുകയാണ്. അബ് തോ കോയി ജംഗൾ മേ ഹൈ ഹി നഹി, ഇപ്പോഴാരും കാട്ടിൽ തന്നെ ഇല്ല. സബ് കുടിയാം ഖാലി പടി ഹെ ക്യോങ്കി പഹലെ സദോ പ്രധാൻ തേ അബ് വഹ് തമോ പ്രധാൻ ഹോ ഗയേ ഹെ, ഇപ്പോൾ അവരുടെ കുടിലുകളെല്ലാം കാലിയായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആദ്യം അവർ നല്ല സദോ പ്രധാനമായിരുന്നു, ഇപ്പോൾ എല്ലാവരും തമോ പ്രധാന, സന്യാസിമാരുടെയും കൂടെ സ്ഥിതി വളരെ മോശമായിരിക്കുന്നു എന്ന്. അബ് ഉനോമേ കോയി താക്കത്ത് നഹി, അവരിൽ ഇപ്പോൾ യാതൊരു ശക്തിയുമില്ല. ലക്ഷ്മി നാരായൺ की राजधानी में जो ताकत थी वो पुनर्जन्म लेते लेते अब देखो वो कहाँ आकर पहुँचे हैं. ലക്ഷ്മി നാരായണൻ്റെ രാജധാനിയിൽ ഏത് ശക്തിയാണ് ഉണ്ടായിരുന്നത്, അവർ പുനർജന്മം എടുത്തെടുത്ത് ഇപ്പോൾ നോക്കൂ അവരെവിടെ എത്തിച്ചേർന്നിരിക്കുന്നു, എത്ര താഴ്ന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. കുച്ച് ബി താക്കത്ത് നഹി, ഇപ്പോൾ യാതൊരു ശക്തിയും ഇല്ല. യഹാം കി ഗവൺമെൻറ് ബി കഹത്തി ഹെ കി ഹം ധർമ്മ കോ നിഹി മാനത്തെ, ഇവിടുത്തെ ഗവൺമെൻറ്റും കൂടി പറയാണ് ഞങ്ങൾ ഈ ധർമ്മത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ മാനിക്കുന്നില്ല. ധർമ്മമേ ഹി ബഹുത്ത് നുക്സാൻ ഹെ, അവർ പറയുന്നത് ഈ ധർമ്മത്തിന് വളരെ നഷ്ടങ്ങളാണ്. ലഡത്തെ झगड़ते കോൺഫറൻസ് करते रहते हैं कि सभी धर्म वाले एक मत हो जाए, അവർ തമ്മിൽ അടിപിടി ലഹളയും കോൺഫറൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ധർമ്മത്തിലവരും ഏകമതമാകണം, ഇതാണ് അവർ ചിന്തിക്കുന്നത്. ലേക്കിൻ പൂച്ചോ ഏക്ക് കൈസെ ഹോ സക്കെങ്കെ, പക്ഷെ ചോദിക്കൂ എങ്ങനെ ഒന്നാകാൻ സാധിക്കും. അബി തോ സബ് വാപ്പസ് ജാനേ വാലേ ഹെ, ഇപ്പോഴെല്ലാവരും തിരിച്ചു പോകുന്നവരാണ്. ബാബ ആയാ ഹെ യഹ് ദുനിയ അബ് കബ്രിസ്ഥാൻ ബന്നി ഹെ, ബാബ വന്നിരിക്കുന്നു, ഈ ലോകം ഇപ്പോൾ ശ്മശാനമാവുകയാണ്. ബാക്കി യഹ്തോ വെറൈറ്റി ഝാഡ് ഹെ, ബാക്കി ഇതെന്താണ് വെറൈറ്റി വൃക്ഷമാണ്. സോ ഏക്ക് കൈസെ ഹോഗ കുച്ച് ബി സമജ്തേ നഹി, അപ്പോൾ എല്ലാം ഒരുപോലെ എങ്ങനെയാണ് ആവുക ഒന്നും മനസ്സിലാക്കുന്നില്ല. भारत में एक धर्म था उनको कहा जाता है अद्वैत मत वाले देवदाय, ഭാരതത്തിൽ ഒരു ധർമ്മം ഉണ്ടായിരുന്നു, അവരെ പറയണം അദ്വൈത മതമുള്ള ദേവതകൾ. ദ്വൈതമാന ദൈത്, ദ്വൈതം എന്ന് വെച്ചാൽ എന്താണ്, ദൈത്യന്മാർ അസുരന്മാരാണ്. ബാബ കൈത്തെ തുമാരാ ഇഹ് ധർമ്മ ബഹുത്ത് സുഖ ദേനെ വാലാ ഹെ, നിങ്ങളുടെ ഈ ധർമ്മം ഉണ്ടല്ലോ വളരെ സുഖം നൽകുന്നതാണ്. തും ജാനത്തെ ഹോ കി പുനർജന്മില്ലേ ഹംകോ ഫിർ 84 ജന്മ ഭോഗിനേ ഹെ, നിങ്ങൾക്കറിയാം നമ്മൾ പുനർജന്മം എടുത്ത് പിന്നീട് നമുക്ക് 84 ജന്മങ്ങൾ ഭോഗിക്കണം. നിശ്ചയ് ഹോക്കി ഹംനെ ഹി 84 ജന്മ ഭോഗേ ഹെ, നിങ്ങൾക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം നമ്മൾ തന്നെയാണ് 84 ജന്മം ഭോഗിച്ചത്. ഹംകോ ഹി ജാനാ ഹെ ഔർ ഫിർ ആനാ ഹെ, നമ്മൾക്ക് തന്നെയാണ് തിരിച്ചു പോകേണ്ടത്, പിന്നെ നമ്മൾ തന്നെയാണ് ഇവിടത്തേക്ക് വരേണ്ടത്.
भारतवासियों को ही समझ चाहते हैं कि तुमने 84 जन्म पूरे किए हैं. ഭാരതവാസികൾക്ക് തന്നെ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ 84 ജന്മങ്ങൾ പൂർണ്ണമാക്കിയിരിക്കുന്നു. അബ് തുമാരെ ബഹുത്ത് ജന്മോ കെ അന്ത് കാ ജന്മ ഹേ, ഇത് നിങ്ങളുടെ വളരെ ജന്മത്തിൻ്റെ അവസാന ജന്മമാണ്. സിർ ഏക് കോ നഹി കൈത്തെ പാണ്ഡവ് സേന കോ സമझ चाहते हैं कि तुम പണ്ടേ ഹോ. കേവലം ഒരാൾക്കൂടല്ല ഇത് പറയുന്നത്, പാണ്ഡവ സൈന്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങളെല്ലാവരും എന്താണ്, ഗൈഡ്, വഴികാട്ടികൾ പണ്ടേയാണ്. തും റുഹാനി യാത്ര സിഗലാത്തെ ഹോ, നിങ്ങൾ ആത്മീയ യാത്രയാണ് പഠിപ്പിക്കുന്നത്. ഇസ്ലെ പാണ്ഡവ സേന കഹാജ, അതുകൊണ്ടാണ് നിങ്ങളെ പാണ്ഡവ സൈന്യം എന്ന് പറയുന്നത്. രാജ് അബ് ന കൗരവോ കാ ന പാണ്ഡവോ കാ ഹെ, ഇപ്പോൾ രാജ്യം പാണ്ഡവരുടേതുമല്ല കൗരവരുടേതുമല്ല. വഹബി പ്രജ തുമ്പി പ്രജ ഹോ, അവരും പ്രജ തന്നെയാണ് നിങ്ങളും പ്രജ തന്നെയാണ്. കൈത്തേഹെ കൗരവ് പാണ്ഡവ് ഭായി ഭായി പാണ്ഡവും കി തരഫ് ഹെ പരംപിത പരമാത്മ, ഇങ്ങനെയാണ് പറയുന്നത്. കൗരവരും പാണ്ഡവരും സഹോദരങ്ങളായിരുന്നു. പാണ്ഡവരുടെ ഭാഗത്താണ് ആര്, പരമപിത പരമാത്മ. ബാബ് ഹി ആക്കാർ മായ പർ ജീത്ത് പഹന്ന സിഗലാത്തെ ഹെ, ബാബ തന്നെ വന്നിട്ടാണ് മായയിൽ വിജയിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. തും ആദി സനാതൻ ദേവീ ദേവധർമ്മ വാലെ അഹിംസക് ഹോ, നിങ്ങൾ ആദി സനാതന ദേവീ ദേവധർമ്മത്തിലുള്ളവരെന്താണ്, അഹിംസകരാണ്. അഹിംസ പരമോധർമ്മ, അഹിംസ പരമോധർമ്മമാണ്. മുഖ്യ ബാത്ത് ഹേ കാമകടാരി നിഹി ചലാന ഹേ, പ്രധാന കാര്യം കാമകടാരി പ്രയോഗിക്കരുത്. ഭാരതവാസി സമജ്തേ ഹേ കി ഗൗ കാ കോസ് ന കർണ യഹി അഹിംസ ഹേ, ഭാരതവാസികൾ മനസ്സിലാക്കുന്നതാണ് ഗോഹത്യ, അതാണ് വലിയൊരു അഹിംസ എന്നാണ് പറയുന്നത്. പരന്തു ബാബ കൈത്തേ ഹേ കാമകടാരി നിഹി ചലാവോ, പക്ഷേ ബാബ പറയാണ് കാമകടാരി പ്രയോഗിക്കരുത്. ഇസ്കോ ഹി ബഡേത്തെ ബഡി ഹിംസ കഹാജാത്ത, ഇതിനെ തന്നെയാണ് ഏറ്റവും വലിയ ഹിംസ എന്ന് പറയുന്നത്. സത്യവുമേ നാ കാമകടാരി ന ലഡായി ചകട ചലത്താ ഹേ, സത്യത്തിൽ കാമകടാരിയോ ഇല്ല, ലഹളയോ അടിപിടിയോ ഒന്നും ഇല്ല. യഹാം തോ ദോനോ ഹേ, ഇവിടെ രണ്ടുമുണ്ട്. ഏതെല്ലാണ്, കാമകടാരിയും ഉണ്ട്, തമ്മിലുള്ള ലഹളകളും ഉണ്ട്. കാമകടാരി ഹി ആദി മധ്യന്ത് ദുഃഖ ദേത്തി ഹേ, ഈ കാമകടാരിയാണ് നമ്മൾക്ക് ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്നത്. തും സീഡി ഉദർത്തേ ഹോ, നമ്മൾ പടികൾ താഴേക്ക് ഇറങ്ങി, നമ്മൾ ചരിത്രം നോക്കിയാൽ തന്നെ അറിയാം, കനകം മൂലം കാമിനി മൂലം, ഈ രണ്ട് തരത്തിലാണ് എല്ലാ രാജാക്കന്മാർക്കും അധപ്പതനം ഉണ്ടായിട്ടുള്ളത്. അതാണ് നിങ്ങൾ സീഡി പടികൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 84 ജന്മത്തും ഭാരതവാസിയോനെ ലിയേ ഹേ, 84 ജന്മങ്ങൾ നിങ്ങൾ ഭാരതവാസികൾ എടുത്തിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണക്ക രാജ്യത്ത ഫിൻ പുനർജന്മയിലെത്തേ ഹോ, ഈ ലക്ഷ്മി നാരായണ രാജ്യം ഉണ്ടായിരുന്നു, പിന്നീട് നിങ്ങൾ പുനർജന്മം എടുക്കുന്നു. ഏക്കേക്ക് ജന്മ ഏക്കേക്ക് പൗഡി ഹേ, ഓരോരു ജന്മം എന്താണ്, ഓരോരു പൗഡിയാണ്, ഫുൾ ആയുസാണ്. അതാണ് സത്യയുഗത്തിൽ 150 വയസ്സ് ഫുൾ ആയുസ്, ത്രേതായുഗത്തിൽ 125 വയസ്സ്. യഹാം സെ തും ഏകദം ജംപ് മാർത്തേ ഹോ ഊപ്പർ, ഇവിടെ നമ്മൾ എന്താണ്, ഒറ്റൊരു ചാട്ടമാണ്, മുകളിലേക്കുള്ളൊരു കുതിപ്പാണ് നമ്മളിത്. 84 पौड़ियाँ उतरने में तुमको 5000 वर्ष लगते हैं और यहाँ से फिर तुम सेकंड में चढ़ जाते हो. നിങ്ങൾക്ക് 84 ജന്മങ്ങൾ ഇറങ്ങാൻ വേണ്ടി 5000 വർഷങ്ങൾ വേണ്ടി വന്നു. ഇവിടെ നിന്ന് നിങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ടാണ് കയറിപ്പോകുന്നത്. സെക്കൻഡ് മേ ജീവൻ മുക്തി കോൻ ദേത്ത, ഒരു സെക്കൻഡ് കൊണ്ട് ജീവൻ മുക്തി ആരാണ് നൽകുന്നത്? ബാബയാണ്. അബ് സബ് ഏകദം പട്ടുമേ പടേഹെ, ഇപ്പോഴെല്ലാം നില പതിച്ചിരിക്കുന്നത് അത്രയും താഴ്ന്ന അവസ്ഥയിലാണ്, അത് പതിച്ചിരിക്കുന്നു. അബ് ബാബ് കൈത്തേഹെ സിർഫ് മുझे യാദ് കരോ, ഇപ്പോഴും ബാബ പറയാണ് നിങ്ങൾ കേവലം എന്നെ ഓർമ്മിക്കും. ये बुद्धि में याद रखना है, अब नाटक पूरा हुआ हमको वापस घर जाना है. ഇത് ബുദ്ധിയിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ഇപ്പോൾ നാടകം പൂർണ്ണമാവുകയാണ്, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങണം. हमको अपने बाप को और घर को याद करना है, നമ്മൾക്ക് നമ്മുടെ ബാബയെയും വീട്ടിനെയും ഓർമ്മിക്കണം. पहले बाबा को याद करो वही तुमको घर का रास्ता बताते हैं. ആദ്യം ബാബയെ ഓർമ്മിക്കുക, അവർ തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള മാർഗം പറഞ്ഞു തരുന്നു. ബാക്കി യാദ് സേ വികർമ്മ വിനാശ് ഹോങ്കെ, ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മങ്ങൾ വിനാശമാകും.
ബ്രഹ്മ കോ യാദ് കർണേ സേ ഏക് ഭി പാപ് കടേങ്കെ നഹി. ബ്രഹ്മത്തെ ഓർമ്മിക്കുന്നതിലൂടെ ഒരു പാപവും നശിക്കില്ല. പതിത് പാവൻ പരമാത്മാ ഹി ഹേ. പതിത പാവൻ ആരാണ്? പരമാത്മാവ് തന്നെയാണ്. വ കൈസെ പാവൻ ബനാത്തെ ഹെ. അവരെങ്ങനെയാണ് നമ്മളെ പാവനരാക്കുന്നത്? ഈ ദുനിയാമേ കോയി സമജ് നഹി സക്തി. ഇത് ലോകത്തിൽ ആർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. ബാപ്കോ ആക്കർ സ്വർഗ കി സ്ഥാപന ജരൂർ കർണി ഹെ. ബാബ വന്ന് സ്വർഗം തീർച്ചയായിട്ടും സ്ഥാപിക്കണം. ബാപ്പ് ആയാ ഹെ തോ തും ബച്ചേ ജയന്തി മനാത്തെ ഹോ. ബാബ വന്നിരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ കുട്ടികൾ ജയന്തി ആഘോഷിക്കുന്നത്. വെച്ചാൽ ഈ വിഷയത്തിൽ അവതരിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ജയന്തി, ശിവജയന്തി ആഘോഷിക്കുന്നത്. കബ് ആയാ യഹ് നഹി കഹ് സക്തേ ഹെ ഇസ് ഘടി ഇസ് തിഥി താരിഖായ. അവരെപ്പോഴും വന്നു ഇതവർക്ക് പറയാൻ സാധ്യമല്ല. ഏത് നിമിഷമാണ്, ഈ തിഥിയിലും ഈ ഡേറ്റിലുമാണ് വന്നതെന്നുള്ള അവർക്ക് പറഞ്ഞ് സാധ്യമല്ല. ശിവബാബ കബായ കൈസെ കൈസക്തെ. ശിവബാബ എപ്പോഴാണ് വന്നത്, എങ്ങനെ പറയാൻ സാധിക്കും? സാക്ഷാത്കാർ ബഹുത്ത് ഹോത്തെ ഹെ. ധാരാളം സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകുന്നു. പഹലെ ഹം സർവ്യാപി സമജ്തേ തേ യാ കൈതേ ആത്മാസ്വ പരമാത്മാ ഹെ. ആദ്യം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നു, സർവ്വവ്യാപിയാണെന്ന് മനസ്സിലാക്കിയിരുന്നു, അഥവാ ഇങ്ങനെ പറഞ്ഞിരുന്നു, ആത്മാവ് തന്നെയാണ് പരമാത്മാവ്. അപ്പോൾ യഥാർത്ഥ മാലൂം ഹുവാ. ഇപ്പോൾ നമുക്ക് യഥാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, നമ്മൾ അറിഞ്ഞു. ബാബ ദിൻ പ്രതിദിൻ ഗുഹ്യ ബാത്തേ സുനാത്തേ രേത്തേ. ബാബ ഓരോ ദിവസം കഴിയുന്തോറും ദിനം പ്രതിദിനം നമുക്ക് ഗുഹ്യമായ കാര്യങ്ങളാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തും സാധാരണ ബച്ചേ കിത്തനി ബഡി നോളേജ് പഠ് രഹേ ഹോ. നിങ്ങൾ സാധാരണ കുട്ടികൾ എത്ര വലിയ നോളേജാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛാ मीठे मीठे सिखी लदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को नमस्ते, याद प्यार और गुड मॉर्निंग. धारणा के लिए मुख्य सार. फर्स्ट पॉइंट ആണ്, विथ रेस्पेक्ट पास होने के लिए सजाओं से छूटने का पुरुषार्थ करना है. വളരെ റെസ്പെക്റ്റോട് കൂടി, അതായത് വളരെ ബഹുമതിയോട് കൂടി പാസ്സാവണമെങ്കിൽ ശിക്ഷയിൽ നിന്നും മുക്തമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. याद में रहने से ही स्कॉलरशिप लेने के अधिकारी बन सकेंगे. ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ തന്നെ സ്കോളർഷിപ്പ് എടുക്കാനുള്ള അധികാരിയാകാൻ സാധിക്കും. സെക്കൻഡ് പോയിൻ്റാണ്, രണ്ടാമത്തെ പോയിൻ്റാണ്. सच्चा सच्चा पांडव बन सबको रूहानी यात्रा करानी है. സത്യസത്യ പാണ്ഡവരായി സർവരെയും ആത്മീയ യാത്ര ചെയ്യിപ്പിക്കണം. किसी भी प्रकार की हिंसा नहीं करनी है. ഏതൊരു പ്രകാരത്തിലുള്ള ഹിംസയും ചെയ്യരുത്. വരദാൻ, ഇന്നത്തെ വരദാനാണ്. മാസ്റ്റർ സർവശക്തിവാൻ की स्मृति द्वारा मायाजीत सो जगज्जीत विजयी भव. മാസ്റ്റർ സർവശക്തിവാന്റെ സ്മൃതിയിലൂടെ മായാജീത്തിൽ നിന്നും ജഗജ്ജീത്ത് വിജയ് ഭവ, വിജയായി ഭവിക്കും. മായാജീത്തിൽ നിന്നും ജഗജ്ജീത്ത് വിജയി ഭവ. വിവരണമാണ്.
जो बच्चे बहुत सोचते हैं कि पता नहीं माया क्यों आ गई. ഏത് കുട്ടികളാണ് വളരെയധികം ചിന്തിക്കുന്നത്, ഇതറിയില്ല മായ എന്തുകൊണ്ടാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത്, ഇതറിയില്ലല്ലോ, ഇതിനെക്കുറിച്ച് ആരാണ് കൂടുതൽ ചിന്തിക്കുന്നത്? तो माया भी घबराया हुआ देख और वार कर लेते हैं. അപ്പോൾ മായ നമ്മുടെ ഈ പേടിച്ച രൂപം, അതായത് നമ്മൾ പരിഭ്രമിച്ചിരിക്കുന്ന രൂപം കണ്ട് ഔർ വാർ കറില്ലേ, നമ്മുടെ കൂടുതൽ യുദ്ധം ചെയ്യാൻ തുടങ്ങും. നല്ലോണം കൊടുത്തോളൂ എന്ന് പറയും. इसलिए सोचने के बजाय सदा मास्टर सर्वशक्तिवान की स्मृति में रहो. അതുകൊണ്ട് കൂടുതൽ ചിന്തിക്കുന്നതിന് പകരം സദാ മാസ്റ്റർ സർവശക്തിവാന്റെ സ്മൃതിയിൽ ഇരിക്കൂ. तो വിജയ് ബൻ ജായേംഗെ, അപ്പോൾ നമ്മൾ വിജയിയായിത്തീരും. विजय रत्न बनाने के निमित्त ही यह माया के छोटे छोटे रूप है. വിജയരത്ന ആക്കാൻ നിമിത്തമായിട്ടാണ് ഈ മായയുടെ ചെറിയ ചെറിയ രൂപങ്ങൾ വരുന്നത്. മായയുടെ ചെറിയ ചെറിയ രൂപങ്ങൾ വരുന്നത് തന്നെ എന്തിനാണ്? നമ്മളെ വിജയ് രത്നങ്ങളാക്കാൻ വേണ്ടി നമ്മളതിന് നിമിത്തമാക്കിയാണ്. ഏത് ചെറിയ ചെറിയ രൂപങ്ങൾ, മായയുടെ ഈ ചെറിയ ചെറിയ രൂപങ്ങൾ വരും. നമ്മൾ കൂടുതൽ നമ്മളെ അതിനേക്ക് വിജയികളാക്കാൻ വേണ്ടിയാണ് ഇത് വരുന്നത്. इसलिए स्वयं को मायाजीत जगतजीत समझ माया पर विजय प्राप्त करो, कमजोर मत बनो. അതുകൊണ്ട് സ്വയം സ്വയത്തിനെ മായാജീത്തും ജഗജീത്തുമാണെന്ന് മനസ്സിലാക്കി മായയിൽ വിജയം പ്രാപ്തമാക്കുക. നിങ്ങൾ ദുർബലരാകരുത്, ശക്തിഹീനരാകരുത്. ചലഞ്ച് കർണേ വാലേ ബന, നമ്മൾ ചലഞ്ച് ചെയ്യുന്നവരാകുക, വെല്ലുവിളിക്കുന്നവരാകുക. മായ വന്നോട്ടെ, ഞങ്ങൾ എന്തായാലും മായയിൽ നമ്മൾ വിജയിക്കും, അങ്ങനെ നമ്മൾ വെല്ലുവിളിക്കുന്നവരാകണം. स्लोगन. हर आत्मा से शुभ आशीर्वाद प्राप्त करने है तो बेहद की शुभ भावना और शुभ कामना में स्थित रहो. എല്ലാ ആത്മാക്കളിൽ നിന്നും ശുഭ ആശീർവാദങ്ങൾ പ്രാപ്തമാക്കണമെങ്കിൽ പരിധിയില്ലാത്ത ശുഭഭാവനയിലും ശുഭകാമനയിലും നമ്മൾ സ്ഥിതി ചെയ്യുക. എല്ലാ ആത്മാക്കളും നമ്മൾക്ക് എന്ത് വേണം? ശുഭ അനുഗ്രഹങ്ങൾ, എല്ലാവരുടെ അനുഗ്രഹങ്ങൾ പ്രാപ്തമാക്കണമെങ്കിൽ എന്ത് വേണം? പരിധിയില്ലാത്ത ശുഭഭാവനയിലും ശുഭകാമനയിലും നമ്മൾ സ്ഥിതി ചെയ്യണം. अच्छा, ओम शांति. പരമപിതാവിൻ പരിലാളനം അറിവാമൃതിൻ പരിപാലനം പരമപിതാവിൻ പരിലാളനം അറിവാമൃതിൻ
പരിപാലനം. പരമാത്മാ സ്മൃതിയുടെ സുഖപാലനം. സംഗമയുഗമതിൻ വരദാനം. പരമപിതാവിൻ പരിലാളനം. അറിവാമൃതിൻ പരിപാലനം. ധർമ്മവും കർമ്മവും ഒന്നു ചേർന്നാൽ ഉന്മതൻ വെണ്മ വിളങ്ങിടുന്നു. ധർമ്മവും കർമ്മവും ഒന്നു ചേർന്നാൽ ഉന്മതൻ വെണ്മ വിളങ്ങിടുന്നു. കനകമയമായ പുതുജീവിതം കാൺമവർക്കെല്ലാം കൗതുകം. പരമപിതാവിൻ പരിലാളനം. അറിവാമൃതിൻ പരിപാലനം. മായതൻ കൂരിരുൾ നീങ്ങിടുന്നു. സത്യത്തിൻ ധ്വജം പാറിടുന്നു. മായതൻ കൂരിരുൾ നീങ്ങിടുന്നു. സത്യത്തിൻ ധ്വജം പാറിടുന്നു. സുഖമയ ലോകം പുനർജനിക്കും. സൂര്യവംശികൾ വിരാജിക്കും. പരമപിതാവിൻ പരിലാളനം. അറിവാമൃതിൻ പരിപാലനം. പരമാത്മാ സ്മൃതിയുടെ സുഖപാലനം. സംഗമയുഗമതിൻ വരദാനം. പരമപിതാവിൻ പരിലാളനം. അറിവാമൃതിൻ പരിപാലനം.